ഒരധ്യാപകൻ കുട്ടികളെ പുതിയ ഉയരങ്ങളിലേക്ക് കൈപിടിച്ച കഥ പറയാമിനി. സ്വന്തം പ്രയത്നത്താൽ സർക്കാർ സ്കൂളിന്റെ പരാധീനതകൾ മറികടക്കുകയാണ് കുട്ടികളുടെ പ്രിയപ്പെട്ട ഈ ജയൻ മാഷ്. ഈസ്റ്റ് മാറാടിയിലെ സ്കൂൾ വരാന്തകൾ കടന്ന് ഇന്ന് ജയൻ മാഷിന്റെ ഇലക്ട്രോണിക്സ് ഉത്സാഹങ്ങൾ ലോകം മുഴുവൻ അറിയാൻ തുടങ്ങിയിരിക്കുന്നു. കാണാം ആ ചെറിയ വലിയ കണ്ടുപിടുത്തങ്ങൾ. കോഡ് മാപിനിയുടെ മധ്യബിന്ദു കോണിന്റെ ശീർഷത്തിലാണ് എന്ന കാര്യം ശ്രദ്ധിക്കുമല്ലോ. കോഡ് മാപിനിയുടെ അടിയിലത്തെ വരയും കോണിന്റെ ഒരു ഭുജവും ചേർന്ന് വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചില്ലേ? സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ കാലമാണിത്. കുട്ടികളായാലും ക്ലാസ് മുറിയായാലും ഇനി പഠനോപകരണമായാലും സ്മാർട്ടായേ പറ്റൂ. മൂവാറ്റുപുഴയ്ക്കടുത്ത് ഈസ്റ്റ് മാറാടി ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും അങ്ങനെ സ്മാർട്ടായ ഒരു ക്ലാസ് റൂം ഉണ്ട്. ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ചോക്കും ബോർഡും ഒന്നും വേണ്ട. മാഷ് ഈ പോഡിയത്തിന് മുകളിൽ വെച്ചെഴുതുന്ന കാര്യങ്ങൾ തൊട്ടടുത്ത സ്ക്രീനിലൂടെ കുട്ടികൾക്കെല്ലാം കാണാം. ഇതൊരു സിമ്പിൾ ഇലക്ട്രോണിക് ടെക്നിക് അല്ലേ എന്ന് കരുതാൻ വരട്ടെ. ഈ സൂത്രവിദ്യയുടെ അമരക്കാരൻ സ്കൂളിൽ തന്നെയുണ്ട്. കുട്ടികളുടെ പ്രിയപ്പെട്ട ജയൻ മാഷ്. മാഷ് പണ്ട് ഡൽഹിയിൽ ഇലക്ട്രിക്കൽ രംഗത്ത് ഉദ്യോഗസ്ഥനായിരുന്നു. ജയൻ മാഷ് പഠിച്ചതും മാറാടി സ്കൂളിൽ തന്നെ താനാക്കിയ സ്കൂളിന് മാഷിന്റെ നന്ദി പ്രകടനം കൂടിയാണിത്. അങ്ങനെയാണ് സ്കൂളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ മാഷ് പരീക്ഷണങ്ങൾ ആരംഭിച്ചത്. ഇതാ ഈ മൈക്രോസ്കോപ്പ് നോക്കൂ. ഇതോടൊപ്പമുള്ള LCD സ്ക്രീൻ ജയൻ മാഷിന്റെ സൃഷ്ടിയാണ്. മൈക്രോസ്കോപ്പിൽ കൂടി കാണുന്ന വസ്തുക്കൾ ഈ സ്ക്രീനിൽ വ്യക്തമായി തെളിയും. എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന പ്രൊജക്ടറും സോളാർ ലൈറ്റുകളും തുടങ്ങി നിരവധി ഉപകരണങ്ങൾ ചുരുങ്ങിയ ചെലവിൽ മാഷ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികൾ തന്നെ ഉപയോഗിക്കുന്ന അവർ രാവിലെ വരുന്നു, അവർക്ക് വേണ്ടപ്പോൾ ഒന്ന് ഓൺ ചെയ്യുന്നു, അവർ കാണുന്നു, പിന്നെ നമ്മളൊന്ന് ഗൈഡ് ചെയ്ത് കൊടുക്കും, വേണ്ട കാണാൻ വേണ്ടി പറഞ്ഞുകൊണ്ട്. അത്രയോ ഈ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഇങ്ങനെ സ്കൂളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളെ ഒന്ന് മോഡിഫൈ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ്. ജയൻ മാഷിന്റെ ഈ പുത്തൻ ചേരുവയിൽ പഠനം കൂടുതൽ രസകരവും എളുപ്പവുമായെന്ന് സ്കൂളിലെ കുട്ടികളുടെ സാക്ഷ്യം. സാറ് പഠിപ്പിക്കാൻ നേരത്തെ ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് സാറ് എന്തൊക്കെ കാട്ടിത്തരും, പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഇതൊക്കെ ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. പിന്നെ ഇത് ക്ലാസ്സുകളിലൊക്കെ കൊണ്ടുവന്ന് ചെന്ന് ഈ മൈക്രോസ്കോപ്പിന് ഇതായിട്ട് നമ്മൾ ഉപയോഗിക്കുക, ഡിജിറ്റൽ ആയിട്ട് ഉപയോഗിച്ച് ഇതിനകത്ത് എളുപ്പം കാണാനൊക്കെ കഴിയും. മാറിയ കാലത്തിനൊപ്പം പഠന വഴികളും മാറിയെന്ന് ഊറ്റം കൊള്ളുന്ന സർക്കാരുകൾ ഈ മാഷിന്റെ കണ്ടുപിടുത്തങ്ങൾ കൂടി കാണണം. ഈ കണ്ടുപിടുത്തങ്ങൾ വഴി കുട്ടികളുടെ മുഖത്ത് വിരിയുന്ന ചിരിയും. ഈ കുഞ്ഞു പൂക്കൾ പോലെ ഒരു കുഞ്ഞു ബ്രേക്ക് കൂടി.